രാഷ്ട്രീയ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സാന്ദ്ര തോമസ് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ വിശ്രമത്തിലിരിക്കുന്ന മമ്മൂക്കയുടെ പേര് അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് വലിച്ചഴക്കുകയും മമ്മൂക്ക ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടുന്ന ഒരാളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവരറിഞ്ഞോ അറിയാതെയോ, അവരറിയാതെയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു വിവാദങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരക്കുമ്പം അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പം ഈ മമ്മൂക്ക എന്നെ വിളിച്ചിട്ടില്ലെന്നോ, മമ്മൂക്ക അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നോ, അല്ലെങ്കിൽ മമ്മൂക്കയും മമ്മൂക്കയും താനുമായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരൊരു കാരണവശാലും ഒരു ആൾക്കാരോട് അവർ വെളിപ്പെടുത്തിയിട്ടില്ലെന്നോ, ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളല്ല ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തെന്നോ പറയാനുള്ളൊരു ഉത്തരവാദിത്വവും ബാധ്യതയും സാന്ദ്ര തോമസിനുണ്ട്. സാന്ദ്ര തോമസ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നിടത്തോളം കാലം ഇപ്പോൾ പലരും ചോദിക്കുന്നു മമ്മൂക്ക എന്താ പ്രതികരിക്കാത്തതെന്ന്. മമ്മൂക്ക ഈ വിഷയത്തിനെന്നുള്ളതല്ല, മമ്മൂക്ക ഒരു വിഷയത്തിനകത്തും അങ്ങനെ കാര്യമായിട്ടുള്ള വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക പ്രതികരിക്കാറില്ല. ഇതും മമ്മൂക്ക അല്ല ഇതിനകത്ത് പ്രതികരിക്കേണ്ടത്. നിങ്ങൾ ആദ്യം മമ്മൂക്ക എന്താ പ്രതികരിക്കാത്ത, മമ്മൂക്ക ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടണമെന്ന് പറയുമ്പം അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ വിശ്രമത്തിലാണ്, അല്ലെങ്കിൽ തന്നെ ഇത് അദ്ദേഹം അല്ല പറയേണ്ടുന്നത്. അതായത് സാന്ദ്ര തോമസ് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു വിവാദത്തിന് അത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടാക്കിയത് സാന്ദ്ര തോമസ് തന്നെയാണോ, അത് സാന്ദ്ര തോമസിന്റെ പേര് ഉപയോഗിച്ച് മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെച്ചതാണോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം സാന്ദ്ര തോമസിനാണ്. കാര്യം അവിടെ എടുത്തെടുത്ത് പറയുന്നത് സാന്ദ്ര തോമസിന്റെ പേരാണ്. അപ്പോൾ സാന്ദ്ര തോമസ് നിശബ്ദത പാലിക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല. ഈ ഒരു കാര്യത്തിനകത്ത് മമ്മൂക്കയെ പോലുള്ള ഒരാളുടെ പേര് ഈ നമ്മൾ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരിഹസിക്കാനും വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അത് കാരണമാക്കി എടുക്കുന്നുണ്ട്. മമ്മൂക്കയെ ഈ പറഞ്ഞ കണക്ക് വിവാദങ്ങളിലേക്ക് വലിച്ചടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ. അപ്പം അത് സാന്ദ്ര തോമസ് പ്രതികരിക്കുന്നില്ല. പക്ഷേ ആൺകുട്ടികൾ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം മമ്മൂക്കയുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരാവട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മറ്റ് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഇപ്പം മമ്മൂക്കയുടെ ഉൾപ്പെടെയുള്ള ഫാൻസ് പേജുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന രീതിയിലുള്ള ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു നിർമ്മാതാവും റനീഷൻ അബ്ദുൽ ഖാദർ എന്ന് മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു 7 ചോദ്യങ്ങളാണ് സാന്ദ്ര തോമസിനോട് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രസക്തമായിട്ടുള്ള 7 ചോദ്യങ്ങൾ. അതായത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് വിവാദം ഉണ്ടാക്കി വെച്ചെങ്കിൽ, അല്ലെങ്കിൽ അവർ മൂലം ഒരു വിവാദം ഉണ്ടായപ്പം നിശബ്ദമായിട്ടിരിക്കേണ്ടത് അവർക്ക് നിശബ്ദമായിട്ട് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. അവരങ്ങനെ നിശബ്ദമായിട്ടിരിക്കുന്നിടത്തോളം കാലം ഈ വിവാദം അവരുണ്ടാക്കിയതും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. മമ്മൂക്ക ഇതിനകത്തേക്ക് വലിച്ചഴിച്ചതിന്. അപ്പം ഈ കുറഞ്ഞ പക്ഷം ഈ നിർമ്മാതാവിൻ്റെ ചോദ്യങ്ങൾക്കെങ്കിലും മറുപടി പറയണം. ഇനി ലാലേട്ടൻ ഫാൻസിനോട് പേരെടുത്ത് തന്നെ പറയാം. ലാലേട്ടൻ ഫാൻസിനോട് കാര്യം ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ചോദിച്ചിട്ട് ലാലേട്ടനെ എന്തിനാ പറയുന്നത്? അത് മമ്മൂക്കെ പറയുമ്പം നിങ്ങൾ കൈയടിച്ച് സന്തോഷിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ രസിക്കുന്നുണ്ടല്ലോ, പിന്നെ ലാലേട്ടൻ്റെ പേരെന്ന് എവിടെങ്കിലും ഒന്ന് സൂചിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്ര വിഷമം എന്തിനാണ്? ലാലേട്ടൻ ഇപ്പോൾ പറഞ്ഞ കണക്ക് ചില ആളുകൾക്ക് കൊടുത്ത കാശിനെ കുറിച്ചൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാബുരാജിനെ ഏൽപ്പിച്ച പൈസയെക്കുറിച്ചല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞ് സൂചിപ്പിച്ചങ്ങ് പോയതേ ഉള്ളൂ. ഇതിപ്പം ഞാൻ ചോദിക്കുന്ന മറ്റു കാര്യങ്ങളാണ്. ഇവിടെ മമ്മൂക്കയല്ല സാന്ദ്ര തോമസ് ആണ് പ്രതികരിക്കേണ്ടത്. അപ്പോൾ നിർമ്മാതാവ് സാന്ദ്ര തോമസിനോട് ചോദിച്ചിരിക്കുന്ന ഒരു 7 ചോദ്യങ്ങൾ, അത് വളരെ പ്രസക്തമായിട്ടുള്ള 7 ചോദ്യം. അതിൽ ഒരു ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂക്ക നിങ്ങളെ എപ്പോഴാണ് വിളിച്ചത്? അത് മമ്മൂക്ക സാന്ദ്ര തോമസുമായിട്ട് എപ്പോഴാണ് സംസാരിച്ചതെന്നാണ് നിർമ്മാതാവിൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേം ചോദിച്ചിരിക്കുന്ന ആ സംഭാഷണത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത നിങ്ങളുടെ നിലവിലുള്ള കേസിനെക്കുറിച്ചോ അതോ അസോസിയേഷൻ്റെ മുൻ കേസുകളെക്കുറിച്ചോ ആയിരുന്നോ അദ്ദേഹം പരാമർശിച്ചത്? അത് നിലവിലുള്ള കേസുകളെക്കുറിച്ചാണോ അതോ അസോസിയേഷൻ്റെ മുൻ കേസുകളെക്കുറിച്ചാണോ അദ്ദേഹം പരാമർശിച്ചതെന്നാണ് നിർമ്മാതാവിൻ്റെ രണ്ടാമത്തെ ചോദ്യം സാന്ദ്ര തോമസിനോട്. മൂന്നാമത്തെ ചോദ്യം, കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് നിർദ്ദേശങ്ങൾ നൽകി? അതായത് ഇപ്പോൾ കേസിന് പോകരുതെന്നോ അല്ലെങ്കിൽ പോകണമെന്നോ അദ്ദേഹം എന്താണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്? 4, ഏത് പ്രോജക്റ്റാണ് അദ്ദേഹം നിങ്ങളുമായി ചെയ്യാമെന്ന് സമ്മതിച്ചത്? അതായത് സാന്ദ്ര തോമസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് മമ്മൂക്ക അവരുടെ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ചേർന്ന് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നത്. അത് ഏത് ചിത്രമാണെന്നാണ്, ഏത് പ്രോജക്റ്റ് ആണെന്നാണ് ഈ റനീഷൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസിനോട് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചോ അതോ മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അതായത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ചെന്ന് പറയുന്ന മമ്മൂക്ക പിന്മാറിയെന്ന് സാന്ദ്ര തോമസ് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉപേക്ഷിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് ആ പ്രോജക്റ്റ് മാറ്റിയിട്ടുണ്ടോ എന്നാണ് നിർമ്മാതാവിൻ്റെ അടുത്ത ചോദ്യം. വീണ്ടും ഒരു ചോദ്യം എന്ന് വെച്ചാൽ, പ്രോജക്റ്റുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹം എപ്പോഴാണ് അറിയിച്ചത്? കോളിന് മുമ്പോ കോളിനിടയിലോ അതിനുശേഷമോ? അതായത് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് മമ്മൂക്ക എപ്പോഴാണ് സാന്ദ്ര തോമസിനോട് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്.
പിന്നീട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ആ പ്രോജക്റ്റിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് എഴുത്തുകാരിൽ നിന്നോ സംവിധായകരിൽ നിന്നോ നിങ്ങൾക്ക് ക്രിയേറ്റീവായോ പ്രൊഫഷണലായോ ഏതെങ്കിലും ഫീഡ്ബാക്ക് ലഭിച്ചോ? എന്തെങ്കിലും ഫീഡ്ബാക്ക് ലഭിച്ചിട്ടുണ്ടോ എഴുത്തുകാരനിൽ നിന്നോ അല്ലെങ്കിൽ ഇവർ തന്നെ അവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സംവിധായകനിൽ നിന്നോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം പറയേണ്ടത് സാന്ദ്ര തോമസ് ആണ്. ഇനി ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നതാണ്, ലാലേട്ടൻ ഫാൻസ് മമ്മൂക്ക എന്താ പ്രതികരിക്കാത്തതെന്ന് നിങ്ങൾ ഈ ചോദിക്കുന്ന നേരത്തിന് ഈ ചോദ്യം സാന്ദ്ര തോമസ്, കാര്യം വിവാദം ഉണ്ടാക്കിയ ആളാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ എവിടെങ്കിലും കയറി ഇരുന്ന അയ്യോ ഞാൻ ചെയ്തിട്ടില്ല, അയ്യോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, ഇതും പറഞ്ഞുകൊണ്ട് വരേണ്ടെന്ന കാര്യമില്ല. അങ്ങനെ ആരും പറഞ്ഞുകൊണ്ട് വരത്തില്ല. ബുദ്ധിയും വിവരമുള്ളവന്മാരൊന്നും അതും പറഞ്ഞുകൊണ്ട് അങ്ങനെ വരാറില്ല. വിവാദം ഉണ്ടാക്കിയ ആൾ ആണ് പറയേണ്ടുന്നത്. അവർ മമ്മൂക്കയെ ഉദ്ദേശിച്ചാണോ, ഇപ്പോഴാണോ, മുമ്പത്തെ എന്തെങ്കിലും സംഭവങ്ങളാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ലയോ, അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് മമ്മൂക്കയെ ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചഴച്ച് എന്തെങ്കിലും തരത്തിൽ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചതിൻ്റെ ഫലമാണോ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എന്നുള്ള ഉത്തരങ്ങൾ പറയണം. അവരിപ്പം മമ്മൂക്കയെ പോലൊരു നമ്മൾ പറഞ്ഞ കണക്ക് ഒരു 10-54 വർഷമായിട്ട് സിനിമയിൽ വന്ന മലയാള സിനിമയിൽ ഇന്നുള്ള നായകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നായകൻ, ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായിട്ടുള്ള ഇന്നുള്ളവരിൽ ഇപ്പോൾ പ്രേം നസീറിന് ശേഷം പോലും ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായിട്ടുള്ള റെക്കോർഡ് മമ്മൂക്കയുടെ പേരിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നായകൻ, ഇന്നലെ ഒരാൾ എവിടെയോ പറയുന്നത് കേട്ട് മോഹൻലാലിൻ്റെ സമകാലികരായിട്ടുള്ള നടന്മാരിൽ പിടിച്ചു നിന്ന് മമ്മൂട്ടിയാണെന്ന്. എവൻ്റെയൊക്കെ കണ്ണിനോ ചെവിക്കോ തലയ്ക്കോ വല്ല കുഴപ്പമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ സമകാലികരായ നേരെ തിരിച്ചാണ് പറയേണ്ടത്. കാര്യം ഈ മോഹൻലാലിനൊക്കെ എത്രയോ മുമ്പ് നായകനായിട്ടുള്ള ആളെ മമ്മൂക്കയുടെ നായകന്മാരിൽ മമ്മൂക്കയുടെ സമകാലികരായിട്ടുള്ള നായകന്മാരൊന്നും ഇന്നില്ല. ആകെ ഉണ്ടായിരുന്നത് മമ്മൂക്കയ്ക്ക് ഒരുപാട് ശേഷം വന്ന ലാലേട്ടൻ മാത്രമാണ് മമ്മൂക്കയോടൊപ്പം പിടിച്ചു നിന്നത് എന്നാണ് പറയേണ്ടത്. അല്ലാതെ ലാലേട്ടൻ അല്ല മമ്മൂക്കയെക്കാട്ടിലും മുമ്പേ നായകനായത്. ഈ ലാലേട്ടൻ എത്രയോ സിനിമകളിൽ മമ്മൂക്കയുടെ ഉപനായകനായിട്ടും മമ്മൂക്കയുടെ വില്ലനായിട്ടും ഒക്കെ അഭിനയിച്ച ആളാണ് നായകൻ. അപ്പം ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വരിയുടെ അർത്ഥം പോലും അറിയാത്ത കുറേവന്മാരും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ താഴെ ഇത് എന്താണ് കുന്തോന്ന് പോലും അറിഞ്ഞുകൂടാതെ കൊണ്ടുവന്ന് കമൻറ്റ് പാസ്സാക്കുന്നവന്മാരും കുറേ എണ്ണമുണ്ട്. അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വാക്കൊന്ന് സൂചിപ്പിച്ചത്. എന്തായാലും ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയായാലും ലാലേട്ടനായാലും നമുക്ക് വളരെ പ്രിയങ്കരായിട്ടുള്ള ആൾക്കാർ തന്നെ. ഇപ്പോൾ ലാലേട്ടനെതിരെ ആയാലും ഇത്തരത്തിലുള്ളൊരു വിവാദം വരുമ്പോഴത്തേക്ക്, ഇങ്ങനത്തെ ഒരു വിവാദം വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് അത് വിവാദം ഉണ്ടാക്കിയ ആൾ തന്നെ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യസംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്ന ആൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. അതിൽ റനീഷൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നിർമ്മാതാവിന് ഒരു പ്രത്യേക കയ്യടി തന്നെ അർഹിക്കുന്നുണ്ട്. താങ്ക് യു.